ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2016 LGS എക്സാമിന് ചോദിച്ച 20 കണക്കിലെ ചോദ്യങ്ങൾ. അപ്പോൾ ഈ എക്സാം ഡേറ്റ് എല്ലാം ആയിട്ടുണ്ട്. 10-ാം തീയതി 10-ാം മാസത്തിൽ LDCയുടെ മെയിൻ എക്സാമൊക്കെ ഉണ്ട്. അപ്പോൾ LDC സിലബസ് മാറിയെങ്കിലും 10 മാർക്കിന് കണക്കിൽ നിന്നുമുണ്ട്. അപ്പോൾ ഇനി കൃത്യമായി വർക്കൗട്ട് ചെയ്യുക. കാരണം നിസ്സാരമായി എങ്കിലും തോന്നും, എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യാണ്ടിരുന്നാൽ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് മാറും. അപ്പോൾ കൃത്യമായി തന്നെ ചെയ്ത് പഠിക്കുക, ഒന്ന് റിവൈൻഡ് ചെയ്യുക. നമ്മളിന്ന് ഈ 20 ചോദ്യങ്ങളും വേഗത്തിലൊന്ന് നോക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്പിനെ പരിചയപ്പെടുത്തുന്നു. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന PSC പ്ലാറ്റ്ഫോമായ ഒരു ആപ്ലിക്കേഷനാണ് അൺഅക്കാഡമി. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമായും ഏറ്റവും വേഗത്തിൽ ജോലി നേടിക്കൊടുക്കാൻ സഹായകമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അൺഅക്കാഡമി. അപ്പോൾ ഇതിൽ ക്ലാസ്സുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ ബാച്ച് കോഴ്സായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ദൗത്യം എന്നൊരു ബാച്ച് കോഴ്സുണ്ട്. സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളവർക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 60 ഡേ കോഴ്സാണ്. പിന്നെ ജേതാവ് എന്നൊരു കോഴ്സുണ്ട്. ഇത് LGSനെ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ LDCയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സാണ്. പിന്നെ ദിശയുണ്ട്. അത് 12th ലെവൽ, അതായത് നമ്മുടെ ഫോഴ്സുമായി ബന്ധപ്പെട്ട എക്സാംസ് വരുന്നതെല്ലാം 12th ലെവലാണ്. അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദിശ എന്നൊരു കോഴ്സും നടത്തി വരുന്നുണ്ട്. പിന്നെ ഒട്ടനവധി ടെസ്റ്റ് സീരീസ്, പിന്നെ ഓരോ ടെസ്റ്റ് സീരീസിലും ഉയർന്ന റാങ്ക് മേടിക്കുന്നവർക്ക് ഒരുപാട് ഓഫേഴ്സും 1 ഇയർ സബ്സ്ക്രിപ്ഷൻ എല്ലാം ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വീക്കിലി നമ്മുടെ മൻസൂർ അലി സാർ കറണ്ട് അഫേഴ്സ് ക്ലാസ് എല്ലാം വ്യക്തമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് മോക്ക് ടെസ്റ്റ് സീരീസ്, മറ്റ് ഒട്ടനവധി ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ ജൂലൈ ബമ്പർ ഓഫർ എന്ന് പറയുന്നത് 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 1 മാസം കൂടി സൗജന്യമാണ്. 12 മാസം എടുക്കുന്നവർക്ക് 2 മാസം കൂടി ഫ്രീ ആണ്. അപ്പോൾ ഇത് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായം പറയുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, K+2, 4K-6, 3K-2 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ Kയുടെ വില എന്ത്? ഇത് പല രീതിയിൽ ചെയ്യാമെങ്കിലും നമുക്കൊരു സിമ്പിൾ ലോജിക്ക് ഞാൻ ഒന്ന് പറയുന്നു. അതായത് 1, 2, 3 ഇതാണ് ഇവിടുത്തെ തുടർച്ചയായ സംഖ്യകൾ. അപ്പോൾ ഇതിൻ്റെ ഈ മധ്യത്തിലെ വാല്യൂ കാണാൻ നമ്മൾ എന്തു ചെയ്യും? ഈ 2 അറ്റത്തുമുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടി അതിൻ്റെ പകുതി എടുക്കും. അതായത് 3 + 1 = 4, അതിൻ്റെ പകുതി 4/2 = 2. അപ്പോൾ നമുക്ക് മധ്യത്തിലുള്ള പദം കിട്ടി. അപ്പോൾ ആ ഒരു ലോജിക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അതായത് ഇവിടുത്തെ മധ്യപദം എന്ന് പറയുന്നത് 4K-6, 2 അറ്റത്തുമുള്ളത് K+2, 3K-2. നമ്മൾ ഇതുപോലെ എഴുതാണ്. അതായത് K+2 അവസാനത്തത് പ്ലസ് 3K-2, ഓക്കെ, അതിൻ്റെ പകുതി 2 = എന്താണ്? നടുക്കിലുള്ള പദം 4K-6. ഇത്രയും നമ്മൾ എഴുതി. സിമ്പിളാണ്, ഞാൻ പറയുമ്പോൾ കൂടും എങ്കിലും. ഇനി നമുക്കിവിടെ +2ഉം -2ഉം ക്യാൻസൽ ആവും. K + 3K 4K. അപ്പോൾ 4K = ഈ 2നെ അപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കുകയാണ്. അപ്പോൾ 2നെ അത് ബാധിക്കും. അപ്പോൾ 4K × 2 എത്രയാണ്? 8K. 8K -2 × 6 12. അപ്പോൾ ഇനി കെയും കെയും നമ്മൾ ഒരു സൈഡ് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ 4K റൈറ്റ് സൈഡ് കൊണ്ടുപോവാണ്, -12നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പോൾ 8K - 4K = 12 എന്ന് വരും. അതായത് 8K - 4K എത്രയാണ്? 4K. 4K = 12. K = 3. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, 100.05ൻ്റെ 40 × 5 എത്ര? അതായത് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് 40 × 5 എത്രയാണ്? അതായത് 40/5 എത്രയാണ്? 8.
അതായത് 100.05 8 ഭാഗം എത്ര, അതായത് 8% എത്ര എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ക്രിയ ചെയ്യേണ്ട, കാരണം ഇതിൻ്റെ വാല്യൂസ് അല്ല, ഈ പോയിൻറ്റിൻ്റെ ഒരു കളിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 100.05 8% എത്ര എന്ന് ചോദിച്ചാൽ 100.05 ഇൻറ്റു 100ൽ 8, അതായത് ഒന്നും ചെയ്യണ്ട, ഈ 100 ഒന്നായിട്ട് എടുക്കുക, അപ്പോൾ ഒരു 8 കിട്ടും. അതായത് 8 something ആണ് വരുന്നത്. അപ്പോൾ അതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, മേശയുടെ വില 800 രൂപയും കസേരയുടെ വില 200 രൂപയും ആണ് എങ്കിൽ കസേരയുടെ വില മേശയുടെ വിലയുടെ എത്ര ശതമാനമാണ്? വേറെ ഒന്നുമല്ല, 800 രൂപയുടെ എത്ര ശതമാനമാണ് 200 എന്നാണ് ചോദ്യം. അപ്പോൾ ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് 800 രൂപയുടെ എത്ര ശതമാനമാണ് 200? അതായത് 800 എന്ന് പറയുന്നത് 100% എടുക്കുന്നു. 800 എന്ന് പറയുന്നത് 100. അങ്ങനെയെങ്കിൽ 200 എന്നത് അതിൻ്റെ എത്ര ശതമാനം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനി ക്രോസ് ചെയ്ത് എടുത്താൽ മതി. അതായത് എക്സിൻ്റെ വാല്യൂ 200 ഇൻറ്റു 800, 200 ഇൻറ്റു 100/800. 0 ക്യാൻസലായി പോയി 4 പ്രാവശ്യം. അപ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ 100/4 25%. നമുക്ക് ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ 1200 രൂപ മുടക്കി ഒരു പശുവിനെ വാങ്ങി ഇതിനെ 1600 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? അപ്പോൾ ഇവിടെ ലാഭം എത്ര രൂപയാണ്? 400 രൂപയാണ്. 1200 രൂപയ്ക്ക് മുടക്കി 1600 കിട്ടി, ലാഭം 400. ആ ലാഭം ബൈ വാങ്ങിയ വില എത്രയാണ്? 1200 ഇൻറ്റു 100. ഇതാണ് നമുക്ക് ചെയ്ത് കിട്ടേണ്ടത്. 3 പ്രാവശ്യം 100/3 33.33 സംതിങ് കിട്ടും. അതിൽ ആൻസർ ഇല്ല. ഇതപ്പോൾ PSC ക്യാൻസൽ ചെയ്തു. അടുത്ത ചോദ്യം, 3000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 240 രൂപയാണെങ്കിൽ പലിശ നിരക്ക്. അപ്പോൾ നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാം. I = PNR/100. ഇതാണ് നമ്മൾ ബേസിക് ഇക്വേഷൻ. ഒന്ന് കുറിച്ച് വയ്ക്കുക. I = PNR/100. നമുക്കിവിടെ ആറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 6 എങ്ങനെ കണ്ടുപിടിക്കും? 100 ഇൻറ്റു I/PN. അപ്പോൾ 100 ഇൻറ്റു അതുപോലെ എഴുതുന്നു. 100 ഇൻറ്റു ഇൻട്രസ്റ്റ് എത്രയാണ്? I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. 240 ബൈ P പ്രിൻസിപ്പൽ 3000 N 2 വർഷം. ഇനി ഒന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. 3 0 2 12 പ്രാവശ്യം 12/3 4 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, A/B 3/5 B/C 4/7 എങ്കിൽ A/B/C എത്ര? അപ്പോൾ സിമ്പിളാണ്. ആദ്യം നമ്മൾ ABC എന്ന് എഴുതുക. A/B 3/5, അത് തൊട്ട് താഴെ എഴുതുക. 3/5. B/C 4/7. അപ്പോൾ അതിൻ്റെ താഴെ 4/7 എന്ന് എഴുതുക. B/C ആണല്ലോ 4/7. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഷേപ്പിൽ ഗുണിച്ച് എഴുതുക. N, അതായത് 3 ഇൻറ്റു 4 12, 4 ഇൻറ്റു 5 20, 5 ഇൻറ്റു 7 35. അപ്പോൾ 12:20:35. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, 3 പുരുഷന്മാരും 4 ആൺകുട്ടികളും ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതേ ജോലി 4 പുരുഷന്മാരും 4 ആൺകുട്ടികളും 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 പുരുഷന്മാർ. അപ്പോൾ പുരുഷന് ഞാൻ P എന്ന് എടുക്കുവാണ്. 3 പുരുഷന്മാരും 4 ആൺകുട്ടികളും പ്ലസ് 4 ആൺകുട്ടികൾക്ക് ഞാൻ A എടുക്കുവാണ്. ആൺകുട്ടികളും 8 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി 4 പുരുഷന്മാരും 4 ആൺകുട്ടികളും ചേർന്ന് 6 ദിവസം കൊണ്ട് ചെയ്യും.
ഇതിനി നമുക്ക് ഇതിൻ്റെ LCM എടുക്കണം. അതായത് ടോട്ടൽ വർക്ക് എത്രയെന്ന് അറിയില്ല. അപ്പോൾ അത് കാണാൻ, ടോട്ടൽ വർക്ക് കാണാൻ ഇതിൻ്റെ LCM ഒന്ന് എടുത്താൽ മതി. 8ൻ്റെ 6ൻ്റെ LCM 24. അപ്പോൾ ഇനി നോക്കാം, 24-ൽ 8 എത്ര പ്രാവശ്യമുണ്ട്? 3. 6 4 പ്രാവശ്യമുണ്ട്. അതായത് നമ്മളിനി ഇത് വെച്ചാണ് നമ്മളിനി ചെയ്യുന്നത്. അതായത് ഇവരുടെ എഫിഷ്യൻസി 3ഉം 4ഉമാണ്. 3 പുരുഷന്മാരും 4 ആൺകുട്ടികളും ചേർന്നാൽ എഫിഷ്യൻസി 3ഉം, 4 പുരുഷന്മാരും 4 ആൺകുട്ടികളും ചേർന്നാൽ എഫിഷ്യൻസി 4ഉം. ഇതിൽ നിന്ന് നമുക്ക് പിയുടെ വാല്യൂ കാണാമല്ലോ. അതായത് 2 ഇക്വേഷൻ അങ്ങ് കുറയ്ക്കുവാണ്. അതായത് 3p + 4a = 3, 4p + 4a = 4. അതിൽ നിന്നും ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ കുറച്ചാൽ 4p - 3p എത്രയാണ്? 1p = 4a - 4a 0. അപ്പോൾ 1p = 1 എന്ന് കിട്ടും. അതായത് p = 1. ഈ വാല്യൂ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുകയാണ്, ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കണം. അപ്പോൾ p 1 ആണെങ്കിൽ 3 × p, അതായത് 3 + 4a, എയുടെ വാല്യൂ 0 ആയിരിക്കും. എങ്കിലല്ലേ 3 കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ p 1 കിട്ടി, a 0 എന്ന് കിട്ടി. അതായത് കുട്ടികൾ വർക്ക് ചെയ്യുന്നില്ല, കുട്ടികൾ വെറുതെ ആണ് ഉള്ളത് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ പിയുടെ വാല്യൂ എത്രയാണ്? 1. ആൺകുട്ടി 0. ഇനി പറഞ്ഞിട്ടുണ്ട് 2 പുരുഷന്മാരും 2p 4 ആൺ. ഇവർ ചെയ്യുന്ന ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അതായത് നമുക്ക് ടോട്ടൽ വർക്ക് നമ്മുടെ LCM 24. പി എത്രയാണ്? 1. പിയുടെ വാല്യൂ 1. അങ്ങനെയെങ്കിൽ 2p ആകുമ്പോൾ 2 × 1 2. എ നമ്മൾ കണക്കാക്കുന്നില്ല, കാരണം എയുടെ വാല്യൂ 0. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എത്ര ദിവസം? മൊത്തം 24 വർക്കുണ്ട്. ഒരു ദിവസം 2 വർക്ക് ചെയ്യും. അങ്ങനെയെങ്കിൽ മൊത്തം വർക്ക് ചെയ്യാൻ 12 ദിവസം വേണം. 24/2 12. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 4 സംഖ്യകളുടെ ശരാശരി 10 ആണ്. 5, 9 എന്ന സംഖ്യകൾ കൂടി ഉൾപ്പെടുത്തിയാൽ പുതിയ ശരാശരി. അപ്പോൾ 4 സംഖ്യകളുടെ ശരാശരി 10 ആണ് എങ്കിൽ ടോട്ടൽ എത്രയാണ്? 40. ടോട്ടൽ തുക 40 + 9 + 5 കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 49ഉം 5ഉം 54 എന്ന് കിട്ടും. അപ്പോൾ മൊത്തമുള്ളത് 54 ആണ്. ആൾക്കാരുടെ എണ്ണം ചോദിച്ചാൽ 4 ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കൂട്ടി 2 പേരുണ്ട്. അപ്പോൾ 6. അപ്പോൾ 54/6 എത്രയാണ്? 9 ആണ്. 9 6 54. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദീർഘചതുരാകൃതിയിലുള്ള ഒരു മൈതാനത്തിൻ്റെ നീളം 30 മീറ്ററും വീതി 20 മീറ്ററും. അപ്പോൾ ഇതിന് ചുറ്റും 1 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത ഉണ്ട് എന്നും പറയുന്നു. എങ്കിൽ നടപ്പാതയുടെ പരപ്പളവ്. അപ്പോൾ നടപ്പാതയുടെ പരപ്പളവ് ഇങ്ങനെ മൈതാനത്തിന് ചുറ്റുമാണെങ്കിൽ ഒരു ഇക്വേഷൻ പഠിക്കുക. സിമ്പിളാണ്. 2x × x + y + 2x. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. 2x × x + y + 2x. അപ്പോൾ ഈ x എന്താണ്? ഈ നടപ്പാതയുടെ വീതി. പിന്നെ ഉള്ളത് നമ്മുടെ ഈ അകത്തുള്ള എക്സും വൈയും എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, 30ഉം 20, അതിൻ്റെ വീതി. പിന്നെ ഈ 2x, അല്ലെങ്കിൽ തെറ്റാണ്ടിരിക്കാൻ ഇതിനെ 2w എന്നോ, അതേ നടപ്പാതയുടെ വീതി w എന്നോ അങ്ങനെ ഒന്ന് പഠിക്കുക. അപ്പോൾ 2w × x + y + 2w. അപ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കാം. ഡബ്ല്യൂയുടെ വാല്യൂ 1 ആണ്, വീതി 1 ആണ്. അപ്പോൾ 2 × 30 + 20 50 + 2w 2. അപ്പോൾ 52 × 2 104 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ നടപ്പാത വെളിയിലായിരുന്നു, എന്നാൽ നടപ്പാത അകത്ത് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അവസാനം +2w എഴുതിയില്ലേ, അതിനൊന്ന് മൈനസ് ചെയ്താലും മതി. -2w ആക്കുക, സിമ്പിളാണ്. അടുത്ത ചോദ്യം കൃത്യംഗത്തിൽ നിന്നാണ്. m⁻a whole b into m⁻b the whole is equal to m² ആയാൽ ab എത്ര? m⁻ab നമുക്ക് mab എന്ന് എഴുതാം. ഇൻറ്റു ഈ എ ബി എന്ന് എഴുതുന്നതും ബി എ എന്ന് പറയുന്നതും തുല്യമാണ്. അപ്പോൾ അതും നമ്മൾ എ ബി എന്ന് എഴുതണം. ഈസ് ഈക്വൽ ടു m².
ഇനി എം ഇൻറ്റു എ ഇൻറ്റു എം ഇൻറ്റു ബി ഈസിക്വൽ ടു എം റൈസ് ടു എ പ്ലസ് ബി. അപ്പോൾ എം റൈസ് ടു 2ab ഈസിക്വൽ ടു എം സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും തുല്യമായതുകൊണ്ട് 2ab ഈക്വൽ ടു 2 എന്നാകും. എ ബി എന്ന് പറയുമ്പോൾ 2/2 ഈസിക്വൽ ടു 1. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം 2, 9, 28, 65 ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? സിമ്പിളാണ്. 2 എങ്ങനെ കിട്ടി? 1ൻ്റെ ക്യൂബ് പ്ലസ് 1 2, 2ൻ്റെ ക്യൂബ് പ്ലസ് 1 8 പ്ലസ് 1 9, 3ൻ്റെ ക്യൂബ് പ്ലസ് 1 27 പ്ലസ് 1 28, 4ൻ്റെ ക്യൂബ് 64 പ്ലസ് 1 65. അടുത്ത് 5ൻ്റെ ക്യൂബ് 125 പ്ലസ് 1 126. ഓപ്ഷൻ ബി ആൻസർ. അടുത്ത ചോദ്യം ബോർഡ് മാസ് വഴി ചെയ്താൽ മതി. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക, ഓഫ് ഉണ്ടോ നോക്കുക, ഡിവിഷൻ ഉണ്ട്. 10/2 5, 5 × 5 25, 25 പ്ലസ് 10 35, 35 മൈനസ് 5 30. ഓപ്ഷൻ ഡി ആൻസർ. അടുത്ത ചോദ്യം 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ആണ്. അപ്പോൾ നന്ദു ഇവിടെ ഉണ്ട്, റാങ്ക് 20 ആണ് എങ്കിൽ ഇവിടെ 19 ആളുണ്ട്, ഇവിടെ നന്ദു 20 എങ്കിൽ അവസാന സ്ഥാനത്ത് നിന്ന് എത്രാമതാണ്? അപ്പോൾ ഇവിടെ 19 പേരുണ്ട്, ഇവിടെ 30 പേരുണ്ട്. ഈ 30ഉം 31 പ്ലസ് 19 ആണ് 50 ആകുന്നത് എങ്കിൽ പുറകിൽ നിന്ന് നോക്കുമ്പോൾ റാങ്ക് 31. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബലം ന്യൂട്ടൺ, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, അങ്ങനെയെങ്കിൽ പ്രവൃത്തിയുടേത് ജൂൾ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 91, 95, 97, 93. PSC കൊടുത്ത ആൻസർ ബി എന്നാണ്. എന്നാൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ളവയെല്ലാം 97 ഒരു പ്രൈം നമ്പറാണ്, ബാക്കിയുള്ളവയൊന്നും പ്രൈം നമ്പർ അല്ല. അടുത്തൊരു പ്രത്യേക കോഡ് ഭാഷയിൽ ടീച്ചറിനെ ഇങ്ങനെ എഴുതും, സ്റ്റുഡൻറ്റിനെ എങ്ങനെ എഴുതും? അതായത് വേറെ ഒന്നുമില്ല, ടി കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് W വരുന്നു, ഇ കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് H വരുന്നു. അതേപോലെ എസും ടിയും ഒക്കെ നോക്കിയാൽ മതി, 2 ലെറ്റർ വരുന്ന കഴിഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ എസ് കഴിഞ്ഞ് 2 ലെറ്റർ വി വരും, ടി കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് W വരും. അപ്പോൾ ആ സീരീസ് ജസ്റ്റ് നോക്കിയാൽ മതി. ആൻസർ ഓപ്ഷൻ എ. അടുത്ത് മിന്നു ഒരു സ്ഥലത്ത് 100 മീറ്റർ കിഴക്കോട്ട്. അപ്പോൾ ഡയറക്ഷൻ അറിയണം. വടക്കാണ്, തെക്കാണ്, കിഴക്കാണ്, പടിഞ്ഞാറ്. മീനു സ്ഥലത്ത് 100 മീറ്റർ കിഴക്കോട്ട് നടന്നു. അവ 100 മീറ്റർ കിഴക്കോട്ട് നടന്നു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. ഓക്കെ, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് നടന്ന് വീണ്ടും വലത് സൈഡ് ഇങ്ങോട്ടാണ്, വലത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്നു. നടന്നതിന് ശേഷം വീണ്ടും വലത്തോട്ട് 50 മീറ്റർ നടന്നു. 50. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ആദ്യം ഇങ്ങോട്ട് 100 നടന്നു, ഇങ്ങോട്ട് 70 നടന്നു. ഇവിടെ ബാക്കിയുള്ളത് 30 ആണ്. ഇപ്പോൾ അകലം ചോദിച്ചാൽ ഓപ്ഷൻ ഡി 30 ആണ് ആൻസർ. അടുത്ത ചോദ്യം 2 സംഖ്യകളുടെ തുക 7ഉം വർഗ്ഗങ്ങളുടെ വ്യത്യാസം 7ഉമായാൽ സംഖ്യകൾ ഏതെല്ലാം? ഓപ്ഷനിൽ നോക്കിയാൽ മതി, ബാക്കിയുള്ളവയൊന്നും തുക 7 അല്ല, 4, 3, 7. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി സരിത ഇങ്ങനെ പറഞ്ഞു, ഇതെൻ്റെ അച്ഛൻ്റെ മകൻ്റെ അമ്മുമ്മയുടെ ഒരേ ഒരു മകളാണ്. ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ആരാണ്? സ്ത്രീ സരിതയുടെ ആരാണ്? ഓപ്ഷൻ ഡി അമ്മയാണ്. അതായത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ആ പറയുന്ന വ്യക്തി നമ്മളായിട്ട് സങ്കല്പിക്കുക. നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഞാൻ ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി സരിത എന്ന് പറഞ്ഞു. അപ്പോൾ സരിതയെ ഞാനായിട്ട് സങ്കല്പിക്കുകയാണ്. ഞാൻ ഒരു സ്ത്രീയെ ചൂണ്ടി പറഞ്ഞു, ഇത് എൻ്റെ അച്ഛൻ്റെ മകൻ്റെ. അപ്പോൾ ഞാനൊരു വനിതയാണ്, അതായത് സരിതയാണല്ലോ. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ മകൻ്റെ, അതായത് എൻ്റെ സഹോദരൻ്റെ അമ്മുമ്മയുടെ, അതായത് എൻ്റെ സഹോദരൻ്റെ അമ്മുമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മുമ്മ തന്നെയാണ്. അമ്മുമ്മയുടെ ഒരേ ഒരു മകളാണ്. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ സരിതയുടെ, അതായത് എൻ്റെ അമ്മുമ്മയുടെ മകളെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ. അതാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം 5:15 കാണിക്കുന്ന ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. പല മെത്തേഡ് ഉണ്ട്, ഞാനൊരു സിമ്പിൾ മെത്തേഡ് പറയുന്നു. സമയം അതുപോലെ എഴുതുക, 5:15. മണിക്കൂർ അതുപോലെ എഴുതി 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 കിട്ടി. ഈ 5നെ ഈ 15നെ
5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ ഈ 5 3 കിട്ടി. ഇവയുടെ വ്യത്യാസം എത്രയാണ്? 2. ആ 2നെ 30 കൊണ്ട് ഗുണിക്കുക, 60 കിട്ടും. ഇവിടെ ലെഫ്റ്റ് സൈഡ് വലുതായതുകൊണ്ട് ഈ മിനിറ്റിൻ്റെ പകുതി ഇതിനോട് കൂട്ടുക, 7.5. അപ്പോൾ 67.5 ഓപ്ഷൻ സി ആൻസർ ലഭിക്കും. അപ്പോൾ ഇത്രയുമാണ് സിമ്പിൾ ചോദ്യങ്ങൾ. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.